ബിഗ് ബോസ് മലയാളം സീസൺ 7 രാവിലെ ഇന്നിപ്പോൾ അനീഷും അനുമോളും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. ഇന്നലത്തെ കാര്യങ്ങൾ ഇന്ന് സജീവമായിട്ട് എല്ലാത്തിലും ഇടപെടുക, സമയത്തിന് ഭക്ഷണമൊക്കെ കഴിക്കുക. ഇന്നലെ ആ ഒരു ഇമോഷണൽ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ്. ഇന്ന് പക്ഷെ അങ്ങനെയല്ല. ഇന്നൊരു പുതിയ ദിവസമാണ്. അപ്പോൾ നമ്മൾ എന്നും സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് അതിനല്ലേ നേരം ഉണ്ടാവുള്ളൂ. അപ്പം കഴിഞ്ഞ കാര്യങ്ങൾ പോട്ടെ, ഇന്നൊരു പുതിയ ദിവസമാണ്. അപ്പോൾ ഇന്ന് ആക്റ്റീവായിട്ട് നിൽക്കുക, എല്ലാത്തിലും ഇടപെടുക, എല്ലാത്തിലും നേരത്തെ പോലെ തന്നെ ആക്റ്റീവായിട്ട് നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് രാവിലെ അനുമോളെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. സോ ലൈവിൽ അനീഷ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പലരും പറയുന്നത് അനീഷ് അടുത്തത് അനുമോളുടെ ഗെയിമിൽ വീണുപോയി എന്നൊക്കെയാണ്. അതൊക്കെ ശുദ്ധ വിവരക്കേടാണ്. അനുമോളെ മനഃപൂർവ്വം എന്തോ ഒരു പ്രശ്നക്കാരിയായിട്ട് ചിത്രീകരിക്കുക എന്നുള്ള ഉദ്ദേശവും കൂട്ടത്തിൽ അനീഷ് സ്വന്തം വ്യക്തിത്വവും നിലപാടും ഇല്ലാത്ത ഒരാളാണ്, അത് അനുമോളുടെ ഗെയിമിൽ പോയി വീണു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു വെടിക്ക് രണ്ട് പക്ഷി, അനീഷിനെയും താഴ്ത്തി കെട്ടാം അനുമോളെയും താഴ്ത്തി കെട്ടാമെന്ന ഉദ്ദേശത്തോടെ ദുഷ്ടലാക്കോട് കൂടിയുള്ള ഒരു പ്രചാരണമാണത്. ഇവിടെ അനീഷ് രണ്ട് റീസൺസ് ഉണ്ടാകാം അനുമോളുടെ കൂടെ നിൽക്കുന്നതിൽ. ഒന്നാമത്തെ റീസൺ, വീട്ടിലെ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തുന്നു എന്ന് തോന്നിയപ്പോൾ ഗെയിമിന്റെ ഭാഗമായിട്ട്, എന്ന് വെച്ചാൽ ഒരാൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഗെയിമിൽ ആ വ്യക്തിക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്ന അനീഷ് അവിടെ ഒറ്റപ്പെടാൻ അനുവദിക്കാതെ കൂടെ നിൽക്കുന്നതാവാം. രണ്ടാമത്തെ പോസിബിലിറ്റി മാനുഷിക പരിഗണന. ഒരാളെ എന്തിന്റെ പേരിലാണെങ്കിലും എല്ലാവരും ചേർന്ന് ക്രൂശിക്കുമ്പോൾ അനീഷിനോട് കുറച്ചെങ്കിലും പലപ്പോഴും സോഫ്റ്റ് കോർണർ കാണിച്ചിട്ടുള്ള അനുമോളോട് തിരിച്ച് അനീഷും അത് കാണിക്കുന്നു എന്ന് മാത്രം. മാത്രമല്ല, അനീഷിനും തോന്നിക്കാണും ചില കാര്യങ്ങളിൽ ന്യായം അനുമോളുടെ ഭാഗത്തുണ്ട് എന്ന്. അങ്ങനെയും ആകാം അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ അനീഷ് അനുമോളുടെ ഗെയിമിൽ വീണുപോയി എന്ന് പറയുന്നതും ഒരു വ്യാജമായ കാര്യമാണ്. കാരണം അനീഷ് ഇത്രയും നാൾ അവിടെ നിന്നൊരു മത്സരാർത്ഥി അങ്ങനെ ആരുടെ ഗെയിമിലും വീഴില്ല. ഷാനവാസാണ് ഏറ്റവും കൂടുതൽ അനീഷിനെ പ്രതിരോധത്തിലാക്കിയ ആള്. ഷാനവാസിന്റെ ഗെയിമിൽ പോലും അനീഷ് വീണില്ല. പിന്നെയാണോ അനുമോളുടെ ഗെയിമിൽ വീഴാൻ പോകുന്നത്? ഇനി അല്ലെങ്കിൽ തന്നെ ഇതിൽ എന്താണ് അനുമോളുടെ ഗെയിം ഇരിക്കുന്നത്? അനുമോളുടെ നിലപാട് പറഞ്ഞു, അത് ശരിയോ തെറ്റോ ആകാം. വീട്ടുകാർക്ക് അതിനോട് യോജിപ്പില്ലാതെ ഉണ്ടായ ഒരു പ്രശ്നം, ഇതിൽ ആരെങ്കിലും കുഴി കുഴിച്ചിട്ട് അനുമോൾ ഇവനെ ഇപ്പൊ വീഴ്ത്താന്ന് പറഞ്ഞ് കാത്തിരുന്നതൊന്നും അല്ലല്ലോ. ഇത് സ്വാഭാവികമായി ബിഗ് ബോസ് വീടിനകത്ത് സംഭവിച്ച കാര്യങ്ങൾ മാത്രമാണ്. എന്തായാലും അനുമോളും അനീഷും ഈ ഘട്ടത്തിൽ സുഹൃത്തുക്കളായിട്ട് തോന്നുന്നുവെങ്കിലും രണ്ടുപേരും ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.